കഥയാരംഭിക്കുന്നത് നിക്ക് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നിക്ക് അന്ന് ന്യൂയോർക്കിലേക്ക് ഒരു ഓഡീഷന് വേണ്ടി എത്തിയതായിരുന്നു. മാത്രമല്ല അന്നവിടെ നിക്കിന്റെ സുഹൃത്തിന്റെ വിവാഹ നിശ്ചയവും നടക്കുന്നുണ്ട്. പക്ഷേ ഓഡീഷൻ നല്ല രീതിയിൽ നടന്നില്ല. മികച്ച കഴിവുകൾ ഉണ്ടായിട്ടും നിക്കിനതിൽ പരാജയപ്പെടേണ്ട വന്നു. അതുകൊണ്ട് തന്നെ നിക്കാകെ ദുഃഖിതനുമായിരുന്നു. കഴിവുണ്ടായിട്ടും തന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് കുറ്റബോധത്തിൽ ചിന്തിച്ച നിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു തെരുവ് കലാകാരനെ പോലെ ട്രംപറ്റ് വായിച്ച് നിൽക്കാൻ ആരംഭിച്ചു. വളരെ മികച്ച രീതിയിൽ നിക്ക് ട്രംപറ്റ് പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. നിക്കിന്റെ സുഹൃത്തിന്റെ വിവാഹ നിശ്ചയത്തിന്റെ പാർട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. ആ പാർട്ടിക്ക് നിക്കിന്റെ എക്സ് ഗേൾഫ്രണ്ട് വരുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷത്തോളമായി അവർ പിരിഞ്ഞിട്ട്. പക്ഷേ നിക്ക് ഇപ്പോഴും അവളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അവളെ കാണാൻ സാധിച്ചേക്കും എന്ന ഒറ്റ കാരണത്താലാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചേക്കും എന്നെനിക്ക് തീരുമാനിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ കൂട്ടുകാരന് കോൾ ചെയ്തപ്പോൾ നിക്ക് ഒരു കാര്യം അറിഞ്ഞു. തന്റെ മുൻകാമുകി എത്തിയിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ അവളുടെ പുതിയ ബോയ് ഫ്രണ്ടുമുണ്ട്. നിക്കാകെ തകർന്നുപോയി. ദുഃഖത്തോടെ നിക്ക് അവിടെ ഇരിക്കുമ്പോ നിക്കിന് മുമ്പിലൂടെ ഒരു യുവതി വേഗത്തിൽ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ഓടുന്ന വഴിക്ക് അവരുടെ ഫോൺ താഴെ വീണുടഞ്ഞു പോവുകയും ചെയ്തു. ഓടിയെത്തിയ അവർ ബോസ്റ്റണിലേക്കുള്ള അവസാനത്തെ ട്രെയിൻ പിടിക്കാനായിരുന്നു അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. നിർഭാഗ്യവശാൽ അവരെത്തുമ്പോഴേക്കും ആ ട്രെയിൻ വിട്ടുപോയിരുന്നു. അവർ വല്ലാതെ അസ്വസ്ഥയായി കാണപ്പെട്ടു. ബ്രൂക്ക് എന്നായിരുന്നു ആ യുവതിയുടെ പേര്. തന്റെ മുമ്പിൽ വീണുടഞ്ഞ് അവരുടെ ഫോൺ എടുത്ത് അവർ അവിടെ നിന്ന് തിരികെ വരുമ്പോൾ നിക്ക് അവർക്ക് കൈമാറി. വൈകാതെ സ്റ്റേഷന്റെ ക്ലോസിംഗ് അനൗൺസ്മെന്റും വന്നു. അടുത്ത ട്രെയിൻ പുലർച്ചെ 5:30 മണിക്കാണ് എന്നായിരുന്നു അനൗൺസ്മെന്റിൽ പറഞ്ഞതും. നിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പുറത്ത് ബ്രൂക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പാനിക്കായി നിൽക്കുന്ന, എന്തു ചെയ്യണമെന്ന് ആകെ കുഴങ്ങി നിൽക്കുന്ന ബ്രൂക്കിനെ കണ്ടതും കാര്യമന്വേഷിക്കാൻ നിക്ക് തീരുമാനിച്ചു. അപ്പോഴാണ് ബ്രൂക്ക് നിക്കിനോട് കാര്യങ്ങൾ പറയുന്നത്. അവിടെ തന്റെ പെയിന്റിംഗ് വിൽക്കുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വന്നതായിരുന്നു ബ്രൂക്ക്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കഫയിലിരിക്കുമ്പോൾ ബ്രൂക്കിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. അതിലായിരുന്നു പണവും മറ്റു വസ്തുക്കളും ഉണ്ടായിരുന്നത്. ആ ബാഗ് തിരഞ്ഞു നടന്ന് ബ്രൂക്കിന്റെ കുറെ സമയവും പോയി. കയ്യിലാകെ അവശേഷിച്ചത് ബോസ്റ്റണിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റാണ്. അതുമായി ഓടിയെത്തിയപ്പോഴേക്കും ട്രെയിനും വിട്ടുപോവുക കൂടി ചെയ്തു. ബ്രൂക്കിന്റെ വീട് ബോസ്റ്റണിലാണ്. രാവിലെയാവുമ്പോഴേക്കും ബ്രൂക്കിന് അങ്ങോട്ടേക്ക് എത്തിച്ചേരണം. ബ്രൂക്കിന്റെ അവസ്ഥ നിക്കിന് മനസ്സിലാവുമായിരുന്നു. ബ്രൂക്കിനെ സഹായിക്കാൻ നിക്ക് തീരുമാനിച്ചു. ഒരു ടാക്സിക്ക് കൈകാട്ടി നിർത്തി ബോസ്റ്റണിലേക്ക് അവർക്ക് വേണ്ട ടാക്സി ഫെയർ കൊടുക്കാൻ നിക്ക് ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ നിക്കിന്റെ കയ്യിൽ അത്രയും പണമുണ്ടായിരുന്നില്ല. കാർഡ് കൊടുത്തപ്പോഴാകട്ടെ കാർഡാണെങ്കിൽ വർക്കാകുന്നുമില്ല. അതോടെ പേ ചെയ്യുവാൻ കൂട്ടുകാരനെ വിളിച്ച് പണം ചോദിക്കാം എന്ന് ചിന്തിച്ച് നിക്ക് ഫോൺ എടുത്തു. നിർഭാഗ്യവശാൽ നിക്കിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു. അത്രയും ആയപ്പോഴേക്കും നിക്ക് തന്നെ പൊട്ടിയാക്കുകയാണോ എന്നൊരു തോന്നൽ ബ്രൂക്കിന് വന്നിരുന്നു. നിന്റെ കയ്യിൽ വർക്കാകുന്ന ഒരു സാധനം പോലും ഇല്ലേ എന്ന മട്ടിൽ ബ്രൂക്ക് നിക്കിനോട് അല്പം ദേഷ്യപ്പെടുകയും ചെയ്തു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ നോക്കിയതല്ലേ, അപ്പൊ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുവാണോ എന്ന മട്ടിൽ നിക്ക് ചോദിച്ചതും ഞാൻ കാര്യം പറഞ്ഞതാ, ആരെയും കളിയാക്കിയതൊന്നുമല്ല, ദേഷ്യപ്പെട്ടതുമല്ല എന്നായിരുന്നു ബ്രൂക്കിന്റെ മറുപടി. ശരി, ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞ് ബ്രൂക്ക് അവിടെ നിന്ന് നടന്നു പോവാൻ തുടങ്ങുന്നു. ബ്രൂക്ക് മുമ്പോട്ട് നടന്നു നീങ്ങുമ്പോൾ മദ്യപിച്ചിട്ട് ഒരു 3 അംഗ സംഘം അവൾക്കെതിരെ നടന്നു വരുന്നുണ്ടായിരുന്നു. അവളെ ചൂണ്ടിക്കാണിക്കുകയും എന്തൊക്കെയോ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ബ്രൂക്കിന് അല്പം ഭയം തോന്നാതിരുന്നില്ല. താൻ ആക്രമിക്കപ്പെട്ടാലോ എന്തു ചെയ്യണമെന്ന് ബ്രൂക്കാക്കി അസ്വസ്ഥയായി തുടങ്ങി. 3 അംഗ സംഘമാണെങ്കിൽ എതിരെ വരുന്നുമുണ്ട്. അവളങ്ങനെ മുമ്പോട്ട് പേടിച്ചു നടക്കുമ്പോ പെട്ടെന്ന് നിക്ക് വന്ന് കാമുകൻ എന്ന പോലെ അവളെ ചേർത്തു പിടിക്കുകയാണ്. അതോടെ 3 അംഗ സംഘം അവളെ വിട്ട് മാറി നടന്നുപോയി. ശേഷം സുരക്ഷിതമായൊരിടത്തെത്തിയപ്പോൾ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ ഇതുപോലെ കുറെ പ്രശ്നങ്ങളുണ്ടാകും. ആളുകളെ മനസ്സിലാക്കി സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും നിൽക്കാൻ നോക്ക്. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് റൂഡായിട്ടാ മുമ്പ് പെരുമാറിയത് എന്ന തരത്തിൽ ബ്രൂക്ക് നിക്കിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ശേഷം നിക്ക് ബ്രൂക്കിന് ഒരു റൂം എടുത്തു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. റൂം ബുക്ക് ചെയ്യാനോ? എന്നിട്ടെന്താ നിന്റെ ഉദ്ദേശം എന്നായി ബ്രൂക്കിന്റെ മറുചോദ്യം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നും അല്ലാട്ടോ, നിങ്ങൾക്ക് തനിച്ച് നിൽക്കാൻ ഒരു റൂം ബുക്ക് ചെയ്യട്ടെ എന്ന് ഉദ്ദേശിച്ചുള്ളൂ. അതൊന്നും വേണ്ട, എന്റെ പണവും കാർഡും ഒക്കെ എന്റെ പേഴ്സിലാ ഉണ്ടായിരുന്നേ, അതാണ് ആ ബാഗിലും, അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ബ്രൂക്ക് പറഞ്ഞതും നിക്ക് ചോദിച്ചു, കള്ളന്മാരാണ് അതെടുത്തതെങ്കിൽ അവരതിലെ വിലപിടിപ്പുള്ള സാധനം എടുത്തിട്ട് ബാക്കിയൊക്കെ ഉപേക്ഷിച്ചു കാണും. അതുകൊണ്ട് എവിടെയാ അത് നഷ്ടപ്പെട്ടത് എന്നറിയാൻ പറ്റിയ അവിടെ പോയി നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ഞാനൊരു കഫേയിലിരിക്കുമ്പോ അവിടുന്ന് നഷ്ടപ്പെട്ടെ. ആ കഫേയിലെ വേസ്റ്റ് ബാസ്ക്കറ്റ് നിങ്ങൾ നോക്കിയിരുന്നോ? ഇല്ല, നോക്കിയില്ല. എങ്കിൽ ആദ്യം അങ്ങോട്ടേക്ക് പോവാം, നമുക്ക് അവിടെയൊന്ന് നോക്കാം, ബാഗ് കിട്ടുമെന്നറിയാലോ. അവരിരുവരും ബാഗ് മിസ്സായിടത്തേക്ക് പോകുന്ന വഴിക്കാണ് അവർ പരസ്പരം പേര് പറഞ്ഞ് പരിചയപ്പെടുന്നതും. അവിടെ എത്തി അവിടുത്തെ സ്റ്റാഫ്
സ്റ്റാഫിനെ കണ്ട് നിക്ക് അയാളോട് സംസാരിച്ചു. ബ്രൂക്കിന്റെ ബാഗ് മിസ്സായ കാര്യം അയാളോട് പറയുകയും അത് കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നതിനെപ്പറ്റി തിരക്കുകയും ചെയ്തു. അയാൾക്ക് അത് കണ്ടുകിട്ടിയാൽ നല്ലൊരു പ്രതിഫലവും നിക്ക് ഓഫർ ചെയ്തു. അതോടെ അയാൾ തനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങളും ആ ബാഗ് കണ്ടെത്താൻ പറ്റുന്ന തരത്തിൽ ലോക്കൽ മോഷ്ടാവിന്റെ പേരും അഡ്രസ്സും കൊടുക്കുകയും കൂടി ചെയ്യുകയാണ്. അങ്ങനെ കിട്ടിയ വിവരപ്രകാരം അവരിരുവരും ഒരു സ്വെറ്റ് ഷോപ്പിലേക്ക് എത്തി. ബ്രൂക്കിനോട് വെളിയിൽ നിന്നാ മതി, താൻ കയറി നോക്കി ചെക്ക് ചെയ്ത് ബാഗിന്റെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നിക്ക് അകത്തേക്ക് പോയി. അതിനു മുമ്പ് തന്നെ ബാഗിന്റെ അടയാളങ്ങളും മറ്റും ബ്രൂക്ക് നിക്കിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. നിക്ക് അകത്തേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന കള്ളന്മാരെ കണ്ട് സംസാരിച്ച് അവര് മോഷ്ടിച്ചു കൊണ്ടുവന്ന ബാഗിന്റെ കൂട്ടത്തിൽ ബ്രൂക്കിന്റെ ബാഗ് തിരയാൻ ആരംഭിച്ചു. ബ്രൂക്ക് പറഞ്ഞ അടയാളങ്ങളിൽ നിന്നും ബ്രൂക്കിന്റെ ബാഗ് നിക്ക് കണ്ടെടുക്കുകയും ചെയ്തു. പിന്നാലെ അവിടെ കള്ളന്മാരും നിക്കും തമ്മിലൊരു വിലപേശൽ നടക്കുകയാണ്. പുറത്തുള്ള ബ്രൂക്കാകട്ടെ ഇതേ സമയം അവിടെയുള്ള ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഒരു കോൾ ചെയ്യുകയായിരുന്നു. അവളെ വിളിച്ചതോ പോലീസിനെയും. അകത്തേക്ക് പോയി നിക്കിനെ അത്ര നേരമായും കാണാതായപ്പോ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് കരുതിയായിരുന്നു ബ്രൂക്ക് പോലീസിനെ വിളിച്ചത്. അടുത്തുണ്ടായിരുന്ന പോലീസ് പട്രോളിംഗ് സംഘം ഉടൻ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, ക്യാമറ ദൃശ്യങ്ങളിൽ പുറത്ത് പോലീസ് വന്നത് കണ്ടതും നിക്ക് പോലീസുമായിട്ടാണ് വന്നത് എന്ന് ചിന്തിച്ച കള്ളന്മാർ നിക്കിനെ നന്നായി ഒരു ഇടിയും കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന ബാഗും എടുത്ത് ഓടുകയാണ്. മൂക്കിനേറ്റ പരിക്കുമായി നിക്ക് താഴേക്കിറങ്ങി വന്നു. പിന്നാലെ ബ്രൂക്കിനോട് പോലീസിനെ വിളിച്ചതിന്റെ പേരിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും ചെയ്തു. ഇനി നിന്റെ ബാഗ് പോയെന്ന് കൂട്ടിയാൽ മതിയെന്നും അത് കിട്ടാനൊന്നും ഒരു വഴിയുമില്ല എന്നെനിക്ക് ബ്രൂക്കിനോട് തീർത്തു പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ, എനിക്ക് എങ്ങനെയെങ്കിലും നാളെ രാവിലേക്ക് മുമ്പ് വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ എന്റെ മാരേജ് തന്നെ ഇല്ലാതാകും, അത് ഡിവോഴ്സിലെത്തും. ബ്രൂക്ക് അസ്വസ്ഥതയോടെ പറയാൻ തുടങ്ങി. മാരേജ് ഡിവോഴ്സിലെത്തും എന്നൊക്കെ കേട്ടതും നിക്ക് പെട്ടെന്നൊന്ന് ഞെട്ടിത്തെറിച്ചു. മാരേജോ? എനിക്ക് മനസ്സിലായില്ല. നിക്ക് ചോദിച്ചു. അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവാനും പോകുന്നില്ല എന്നായിരുന്നു ബ്രൂക്കിന്റെ മറുപടി. പക്ഷേ എങ്ങനാ മാരേജ് ക്യാൻസൽ ആകുന്നേ? അവളുടെ കയ്യിലാണെങ്കിൽ വെട്ടിംഗ് റിങ്ങുമില്ല. ബ്രൂക്ക് ഹസ്ബൻഡിനെ ചതിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന ചിന്തയൊക്കെ നിക്കിനുണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ നിക്ക് സംസാരിക്കുന്നതും ബ്രൂക്കിനെ അത് ചൊടിപ്പിച്ചു. അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നിക്കിനെ വിട്ട് ബ്രൂക്ക് നടന്നു പോവാൻ നോക്കിയെങ്കിലും തന്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ നിക്ക് ബ്രൂക്കിയെ തടഞ്ഞു നിർത്തി സോറി പറഞ്ഞു. ശേഷം അവൾക്ക് രാവിലെ അവളുടെ അടുത്തേക്ക് എത്തണം, അത്രയല്ലേ ഉള്ളൂ, അതിനുവേണ്ട കാര്യങ്ങൾ സഹായങ്ങൾ താൻ ചെയ്യാം എന്ന് ബ്രൂക്ക് ഉറപ്പിച്ചു പറയുകയാണ്. ഒരു ടാക്സി സർവീസിൽ വിളിച്ച് ബോസ്റ്റണിലേക്ക് പോകാൻ എത്ര പണമാകും എന്ന് നിക്ക് ചോദിച്ചു. $500 ആകും എന്നായിരുന്നു മറുപടി. ഇനി ആ പണം വേണമല്ലോ, അത് സംഘടിപ്പിക്കാൻ നിക്കിന്റെ കൂട്ടുകാരനെ സമീപിക്കാം എന്ന് നിക്കങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരൻ ഡാനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കുന്ന പാർട്ടിയിലേക്ക് ബ്രൂക്കുമായി നിക്ക് പോവാൻ തുടങ്ങി. പക്ഷെ പാർട്ടി അഡ്രസ് നിക്കിന് മാറിപ്പോയിരുന്നു. അവർ എത്തിച്ചേരുന്നത് മറ്റൊരു വെന്യൂവിലേക്കാണ്. പക്ഷേ അവിടുള്ള പ്രധാന വ്യക്തികൾ നിക്കും ബ്രൂക്കും വൈകിയെത്തിയ ബാൻഡിലെ മെമ്പേഴ്സാണ് എന്നായിരുന്നു ചിന്തിച്ചത്. അവരോട് പെർഫോമൻസ് ആരംഭിക്കുവാൻ ഒരു പ്രധാന വ്യക്തി ആവശ്യപ്പെട്ടു. ആ അവസരം വിനിയോഗിച്ചാലോ എന്ന് പെട്ടെന്ന് നിക്കിന് തോന്നുകയും അഡ്വാൻസായി കുറച്ച് പണം വേണം, $500 എന്ന് നിക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. പണമെടുത്തിട്ട് വരാം, നിങ്ങൾ പെർഫോമൻസ് ആരംഭിക്കൂ എന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയി. ബ്രൂക്കിനോട് അറിയാവുന്ന ഏതെങ്കിലും പാട്ട് പാടിക്കോളാനും താൻ കൂടെ പിടിച്ചോളാം എന്നും നിക്ക് പറഞ്ഞു. മുമ്പ് പാട്ടുപാടി ശീലമൊന്നുമില്ലെങ്കിലും മൈ ഫണ്ണി വാലന്റൈൻ എന്ന സോങ് ഭേദപ്പെട്ട രീതിയിൽ ബ്രൂക്ക് അന്ന് പാടുകയാണ്. നിക്ക് മികച്ച രീതിയിൽ സംഗീതം ഒരുക്കുകയും ചെയ്തു. പക്ഷേ പാട്ട് തീരാറായപ്പോഴേക്കും യഥാർത്ഥ ബാൻഡ് മെമ്പേഴ്സ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അത് മനസ്സിലാക്കിയെത്തുന്ന സംഘാടകനെ നിക്കും ബ്രൂക്കും കണ്ടതും പണിപാളിയെന്ന് മനസ്സിലായ അവർ അവിടെ നിന്ന് വേഗത്തിൽ രക്ഷപ്പെട്ട് പുറത്തു കടക്കുകയാണ്. അങ്ങനെ പുറത്തെത്തിയവർ ഒരു ടെലിഫോൺ ബൂത്തിന്റെ അടുത്തെത്തി. ആ സമയം ബ്രൂക്ക് പറഞ്ഞു, ഈ ടെലിഫോൺ ബൂത്ത് ഒരു ടൈം മെഷീനാണ്, എന്ത് നന്നായിരുന്നു, നമ്മൾ ചെയ്യുന്ന മണ്ടത്തരമൊക്കെ പറ്റാതിരിക്കാൻ നമ്മളോട് തന്നെ നമുക്ക് വിളിച്ചു പറയാമല്ലോ. ഓ അതിനെന്താ, ഇത് ടൈം മെഷീൻ തന്നെയാ, നോക്ക്, പാസ്റ്റിലുള്ള നിനക്ക് ഞാൻ ഡയൽ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നിക്ക് വെറുതെ ഒരു നമ്പർ അടിച്ച് ഫോൺ എടുത്ത് ബ്രൂക്കിന് കൊടുത്തു. ബ്രൂക്കാകട്ടെ പാസ്റ്റിലെ തന്നോട് സംസാരിക്കുന്നു എന്ന പോലെ അഭിനയിച്ച് സംസാരിക്കാൻ തുടങ്ങി. നന്നായി ശ്രദ്ധിച്ചോണം, അപരിചിതരുമായിട്ടങ്ങ് സംസാരിക്കരുത്, പ്രത്യേകിച്ച് നിക്ക് എന്ന പേരുള്ള ഒരുത്തനുമായിട്ട്. ഇനി ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നിക്ക് തന്റെ പാസ്റ്റിലുള്ള നിക്കിനെ വിളിച്ചു. ശേഷം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ഇന്ന മാച്ചില് ഇന്ന ടീമാ ജയിക്കാൻ പോകുന്നേ, നീ അതിന്റെ പേരിൽ അങ്ങ് ബെറ്റ് വെച്ചേക്കണം, ഒറ്റയടിക്ക് അങ്ങ് പണക്കാരനാകാം. അവരൊന്നിച്ചുള്ള മുഹൂർത്തങ്ങൾ അവരങ്ങനെ രസകരമായി ചിലവഴിക്കാൻ ആരംഭിച്ചു. പക്ഷെ ബ്രൂക്കിന് അപ്പോഴും എങ്ങനെയും പകലിന് മുമ്പ് തന്റെ വീട്ടിലേക്ക് എത്തണം, അവൾക്കവിടെ എന്തോ കാര്യമുണ്ട് എന്ന് നിക്കിനോട് പറയുകയാണ്. അവരെങ്ങനെ ബോസ്റ്റണിലേക്കുള്ള ബസ് കിട്ടുമോ എന്നറിയുവാൻ നേരെ സ്റ്റേഷനിൽ പോയി. അവിടെ എത്തിയപ്പോഴോ ബസ്സും പോയി കഴിഞ്ഞിരുന്നു. അവരുടെ പക്കൽ ബസ്സിനുള്ള പണവുമില്ല. നിരാശയോടെ ബ്രോക്ക് ഇരിക്കാൻ ആരംഭിച്ചു. നിക്ക് പെട്ടെന്ന് ബ്രോക്കിനോട് എന്താ കാര്യമെന്ന് തിരക്കി. ബ്രോക്ക് അത് പറയാൻ കൂട്ടാക്കിയിരുന്നില്ല. വീട്ടിൽ പോയി അത്രയ്ക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവിടെയുള്ള നിന്റെ കൂട്ടുകാരിയെയോ അത്ര അടുപ്പമുള്ള
ആരെയെങ്കിലോ വിളിച്ച് വേണ്ടതെന്തെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യില്ലേ എന്നെനിക്ക് ചോദിക്കുകയാണ്. അത് ശരിയാണല്ലോ എന്ന് ബ്രൂക്കിന് തോന്നുന്നതും പെട്ടെന്നാണ്. അതിന് ഫോൺ വേണമല്ലോ. രണ്ടാളുടെ പക്കലും ഫോണില്ല. പക്ഷേ നിക്ക് ഉണർന്നു പ്രവർത്തിച്ചു. അവിടുണ്ടായിരുന്ന മറ്റൊരാളുടെ പക്കൽ നിന്ന് ഫോൺ വാങ്ങി അത് ബ്രൂക്കിന് കൊടുത്തു. ബ്രൂക്ക് തന്റെ കൂട്ടുകാരിക്ക് കോൾ ചെയ്യുകയാണ്. തന്റെ വീട്ടിലെ ചാവി എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് കൂട്ടുകാരിയോട് കൃത്യമായി പറഞ്ഞ ബ്രൂക്ക് വീടിന്റെ അകത്ത് ബെഡ്റൂമിലെ ടേബിളിന് മുകളിൽ ഒരു കത്തുണ്ടെന്നും ആ കത്തെടുത്ത് നിന്റെ കയ്യിൽ വെക്കണമെന്നും നാളെ ഞാൻ വരുമ്പോൾ എനിക്ക് തന്നാൽ മതിയെന്നും അവൾ വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ തന്നെ അത് ചെയ്യണം എന്നും കൂട്ടിച്ചേർത്തു. താൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് കൂട്ടുകാരി പറയുകയും ചെയ്തിരുന്നു. ബ്രൂക്കിന് അതോടെ വലിയ ആശ്വാസം തോന്നി. നിക്കിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവൾ ആ സന്തോഷം പങ്കുവെച്ചു. ശേഷം നിക്കിനെ തന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണോ എന്ന് ബ്രൂക്ക് തിരികെ ചോദിച്ചു. ബ്രൂക്ക് അവളോട് ചോദിച്ചത് ഒരു ഇമോഷണൽ അഡ്വൈസ് ആയിരുന്നു. നിക്ക് ബ്രൂക്കിനോട് തന്റെ പാസ്റ്റിനെ പറ്റി പറഞ്ഞു. 6 കൊല്ലം മുമ്പ് കോളേജിൽ വെച്ച് ഹാന എന്ന പെൺകുട്ടിയെ പ്രണയിച്ചതിനെ പറ്റിയും ഒടുവിൽ താൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഹാന തന്നെ റിജക്ട് ചെയ്തതിനെ പറ്റിയും. ഇന്ന് കൂട്ടുകാരന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ പാർട്ടിക്ക് അവൾ വന്നിട്ടുണ്ട്. പക്ഷേ അവളുടെ കൂടെ അവളുടെ ബോയ് ഫ്രണ്ടുമുണ്ട്. അത് തന്നെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നു. താനെന്താ ചെയ്യേണ്ടത് എന്നെനിക്ക് അവളോട് തിരക്കി. ബ്രൂക്കിന് മറുപടി പെട്ടെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും അവൾ ഒരു ഉപായം സജസ്റ്റ് ചെയ്തു. നമ്മൾ ആ കൂട്ടുകാരന്റെ വിവാഹ നിശ്ചയത്തിന് പോകുന്നു. അവിടെ വെച്ച് ഞാൻ നിന്റെ ഗേൾഫ്രണ്ടായി അഭിനയിക്കാം. ഹാനയുടെ മുമ്പിൽ വെച്ച് അത്തരത്തിൽ അഭിനയിക്കുമ്പോ ഹാനക്ക് നിന്നോട് വല്ലാത്തൊരു അസൂയ തോന്നും. അത് നമുക്ക് നേരിൽ കാണാമല്ലോ. ബ്രൂക്ക് പറഞ്ഞത് നിക്കിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് കൂട്ടുകാരന്റെ വിവാഹ നിശ്ചയം നടക്കുന്നിടത്തേക്ക് നിക്കും ബ്രൂക്കും കൂടി എത്തിച്ചേരുകയാണ്. ഡാനി ഓടി വന്ന് നിക്കിനെ കണ്ടതും കെട്ടിപ്പിടിച്ചു. ഡാനിയോട് കാര്യങ്ങൾ പറഞ്ഞതും തന്റെ ബാങ്ക് കാർഡും അപ്പാർട്ട്മെന്റ് കീയും അവൻ നിക്കിന് കൊടുക്കുകയാണ്. പിന്നാലെയായിരുന്നു ഹാനയെ അവർ കാണുന്നത്. ഹാന നിക്കിന്റെ മുമ്പിലേക്ക് വന്നു. ഹലോ നിക്ക്, നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്ന തരത്തിൽ ഹാന സംസാരിച്ചു. കൂട്ടത്തിൽ തന്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് നിക്കിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു നിമിഷം ഹാനയെ അസ്വസ്ഥപ്പെടുത്താൻ എത്തിയിരുന്ന നിക്ക് വല്ലാതെ ഷോക്കായി നിന്നുപോയിരുന്നു. ഹാനയെ അസ്വസ്ഥപ്പെടുത്തണം എന്ന് ചിന്തിച്ചാണ് നിക്ക് ബ്രൂക്കിനൊപ്പം അങ്ങോട്ടേക്ക് എത്തിയതെങ്കിലും അവളെ അസ്വസ്ഥപ്പെടുത്താനോ വേദനിപ്പിക്കാനോ നിക്കിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ നിക്ക് പുറത്തേക്ക് പോരുകയാണ്. നിക്കിനൊപ്പം ബ്രൂക്കും പുറത്തേക്ക് പോന്നു. നിക്കിന്റെ അവസ്ഥ ബ്രൂക്കിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഹാനക്കും നിക്കിനുമിടയിൽ എന്തായിരുന്നു ശരിക്കും നടന്നത് എന്ന് ബ്രൂക്ക് നിക്കിനോട് ചോദിച്ചു. നിക്ക് പറഞ്ഞു, കോളേജ് തൊട്ടേ ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. അവളും എന്നെ പ്രണയിച്ചിരുന്നു എന്നാ ഞാൻ ചിന്തിച്ചിരുന്നത്. ആദ്യമൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു. അവൾക്ക് പിന്നീട് വലിയൊരു കമ്പനി ജോലി കിട്ടി. അതോടെ അവളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഞാനൊടുവിൽ അവളെ പ്രപ്പോസ് ചെയ്തപ്പോ അവൾ ആ പ്രപ്പോസ് റിജക്ട് ചെയ്ത് ഒന്നുമാവാത്ത എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയി. എനിക്ക് ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ അവൾ അന്ന് എന്നോട് പറഞ്ഞു. മ്യൂസിക്കിൽ വലിയ ആരെങ്കിലും ആകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് അതിന് അവസരങ്ങൾ കിട്ടിയില്ല. എനിക്കൊരു ട്രൂ ലവ് ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഒടുവിൽ അതുപോലും എന്റെ കൈവിട്ടുപോയി. 6 കൊല്ലം കഴിഞ്ഞ ഞാനിപ്പോ അവളെ ഇന്ന് കണ്ടപ്പോ അവൾക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അത് സഹിക്കാൻ എനിക്ക് എന്തുകൊണ്ടോ പറ്റിയില്ല. നിക്കിന്റെ മാനസികാവസ്ഥയും അവന്റെ ഉള്ളും ബ്രൂക്ക് തിരിച്ചറിഞ്ഞിരുന്നു. നിക്ക് ബ്രൂക്കിനോട് പറഞ്ഞു, എടാ നീ എന്തിനാ മടിക്കുന്നേ? അവനവളുടെ ഹസ്ബൻഡ് ഒന്നുമല്ലല്ലോ, ബോയ് ഫ്രണ്ട് അല്ലേ. നീ അവളോട് ചെന്ന് ഒന്നുകൂടി സംസാരിച്ചു നോക്ക്. നിന്റെ ഇഷ്ടങ്ങളും ഉള്ളിലെ സ്നേഹവും ഒക്കെ പറ. അവൾ ഉറപ്പായും ഓക്കെ പറയും. ബ്രൂക്കിന്റെ വാക്കുകൾ കേട്ട് ഹാനയോട് സംസാരിക്കാൻ നിക്ക് ഒരു വട്ടം കൂടി ഹാനയുടെ അടുത്തേക്കെത്തി. അവളോട് കുറച്ചധിക നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് നിക്ക് പുറത്തേക്ക് വന്നു. ബ്രൂക്ക് നിക്കിനോട് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആ, എല്ലാം ഓക്കെയാ. നാളെ ഞങ്ങൾ 3 പേരും കൂടി ഒരു ലഞ്ചിന് പോകുന്നുണ്ട്. 3 പേരോ? അപ്പൊ അവളുടെ ബോയ് ഫ്രണ്ടും വരുന്നുണ്ടോ? ബോയ് ഫ്രണ്ടിനെ ആരെങ്കിലും ഒന്നിച്ചു സംസാരിക്കാൻ പോകുമ്പോ ലഞ്ചിന് വിളിക്കോ? പിന്നെ ആരാ? എന്നെയാണോ നീ ഉദ്ദേശിച്ച്? നിന്നെയൊന്നുമല്ല. പിന്നെ ആരടാ? ഉള്ള കാര്യം പറ. ബ്രൂക്ക് അല്പം അസ്വസ്ഥതയോടെ ചോദിച്ചു. ഞാനും അവളും അവളുടെ വയറ്റി വളരുന്ന കുട്ടിയും. അതേടോ, അവള് പ്രഗ്നന്റ് ആണ്. ഇനി ഒന്നും നടക്കില്ല. നിക്ക് ബ്രൂക്കിനോട് അല്പം സങ്കടത്തോടെ പറഞ്ഞു. ബ്രൂക്കിന് അധികമൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നിക്കിനെ ബ്രൂക്ക് സമാധാനിപ്പിച്ചു. വീണ്ടും അവർ മുമ്പോട്ട് നടക്കുമ്പോൾ നിക്ക് ബ്രൂക്കിനോട് എന്തായിരുന്നു ബ്രൂക്കിന്റെ വിഷയം? എന്തുകൊണ്ടാ വീട്ടിലേക്ക് രാവിലെ തന്നെ എത്തണം എന്ന് ബ്രൂക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു. ബ്രൂക്കും മനസ്സ് തുറക്കുകയാണ്. മൈക്കിൾ എന്നു പേരുള്ള ഒരു വ്യക്തിയുമായി ഞാൻ പ്രണയത്തിലും ഇഷ്ടത്തിലും ഒക്കെയായിരുന്നു. ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ മൈക്കിളിന്റെ ലാപ്ടോപ്പ് നോക്കുകയായിരുന്നു. ആ സമയം മെയിലുകളിൽ മൈക്കിൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണ് എന്ന കാര്യം ഞാൻ കണ്ടു. എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മൈക്കിൾ എന്നെ ചതിച്ചു എന്ന് ഞാൻ
മനസ്സിലാക്കി. പക്ഷേ മൈക്കിളിനോട് അതിനെപ്പറ്റി ചോദിക്കാൻ എനിക്ക് സാധിച്ചില്ല. അത്രത്തോളം ഞാൻ മൈക്കിളിനെ ഒന്ന് സ്നേഹിച്ചിരുന്നു. പക്ഷെ പിന്നീട് കുറച്ചുനാള് മെയിലൊന്നും ഉണ്ടായിരുന്നില്ല. മൈക്കിൾ ആ റിലേഷനൊക്കെ ഉപേക്ഷിച്ചു എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ കഴിഞ്ഞ ദിവസം മൈക്കിൾ ഒരു ട്രിപ്പിന് പോയി. ആ സമയത്ത് മെയിലിൽ അവനെ അതിന് വിളിച്ചിരുന്നത് ആ ലേഡിയായിരുന്നു. അത് കണ്ടതും ഞാൻ പൂർണ്ണമായി തകർന്നു. മൈക്കിളിന് ഞാനൊരു ലെറ്റർ എഴുതി. മൈക്കിൾ മറ്റൊരു സ്ത്രീയുമാണെന്ന് അഫയറിലാണെന്ന് എനിക്കറിയാം. ഇനി മൈക്കിളിനൊപ്പം എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതായിരുന്നു അതിൽ വിശദീകരിച്ച് എഴുതിയത്. അതിലേക്ക് എന്റെ എൻഗേജ്മെന്റ് റിംഗ് കൂടി ഊരിയിട്ട് ആ കത്ത് അവിടെ വെച്ചിട്ട് ഞാൻ ന്യൂയോർക്കിലേക്ക് പോന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ആലോചിച്ചു എനിക്ക് മൈക്കിളിനെ എന്തോരം ഇഷ്ടമാണെന്ന്. മാത്രമല്ല കുറെ ദിവസം തങ്ങേണ്ടുന്ന മൈക്കിൾ നാളെ രാവിലെ തന്നെ തിരികെ എത്തും എന്ന് ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു. അതായത് മൈക്കിൾ അവരുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടുണ്ടാകും. മൈക്കിളിനോട് കാര്യങ്ങൾ സംസാരിച്ച ബാക്കിയൊക്കെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് മൈക്കിളിനെ അത്രയ്ക്കിഷ്ടമാണ്. അതുകൊണ്ട് മൈക്കിൾ എത്തുന്നതിന് മുമ്പേ അവിടെത്തി ആ ലെറ്റർ എടുത്തു മാറ്റാൻ ഞാൻ ആലോചിച്ചത്. അതായിരുന്നു രാവിലേക്ക് മുമ്പ് അങ്ങോട്ടേക്ക് എത്താനുള്ള എന്റെ തിരക്കിന്റെ കാരണവും. ബ്രൂക്ക് പറഞ്ഞത് മുഴുവൻ നിക്ക് കേട്ടിരുന്നു. ഇരുവരും അവരുടെ ലൈഫിൽ വന്ന് രണ്ടുപേരെ വളരെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. പക്ഷേ അവരാകട്ടെ ഇവരുടെ പ്രണയം തിരിച്ചറിഞ്ഞതേയില്ല. ഇതിനിടയിൽ ബ്രൂക്കിന്റെ കൂട്ടുകാരിക്ക് വീട്ടിൽ കടന്ന് ആ ലെറ്റർ എടുക്കാൻ സാധിച്ചില്ല എന്നൊരിടത്തു നിന്ന് ബ്രൂക്ക് ഫോൺ ചെയ്തപ്പോൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവളാകെ അസ്വസ്ഥയുമായിരുന്നു. ഒരു റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കുമ്പോൾ നിക്ക് ബ്രൂക്കിനെ ആശ്വസിപ്പിച്ചു. ഇനി മൈക്കിൾ ആ കത്ത് വായിച്ചെങ്കിൽ പോലും ബ്രൂക്കിന്റെ അവസ്ഥയും ബ്രൂക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും അവന് മനസ്സിലാവുമെന്നും അവൻ ബ്രൂക്കിനോട് മാപ്പ് ചോദിക്കുമെന്നും നിക്ക് അവളോട് പറഞ്ഞു. ഇനി അതല്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ബ്രൂക്ക് തന്നെ അവനെ ചോദ്യം ചെയ്യണമെന്നും എല്ലാത്തിൽ നിന്നും ഇറങ്ങിപ്പോരണമെന്നും നിക്ക് അവളെ ഉപദേശിച്ചു. ഏറെ ഇമോഷണലായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും മൈക്കിളിനെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ റെസ്റ്റോറന്റിൽ നിന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിറങ്ങി. ശേഷം പുറത്തേക്ക് വന്ന് ഭ്രാന്ത് പിടിച്ച പോലെ മുമ്പിൽ കണ്ട ടാക്സിക്ക് കൈകാട്ടി പാനിക്കായ പോലെ ബ്രൂക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. നിക്ക് അവളെ തടഞ്ഞു നിർത്തി സമാധാനിപ്പിച്ചു. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ നിക്ക് നാളെ രാവിലെ പോകാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവനായി ബുക്ക് ചെയ്തിരുന്ന റൂമിലേക്ക് പോയി. അന്ന് രാത്രി നടന്ന അത്രയും സംഭവങ്ങൾ കൊണ്ട് ഇരുവരും അവശരായിരുന്നു. കുറച്ചു നേരത്തേക്കെങ്കിലും ഒക്കെയും വിട്ടൊഴിഞ്ഞു നിൽക്കുവാൻ അവർ ആഗ്രഹിച്ചു. രണ്ടുപേരും കുളിച്ച് ഫ്രഷായി വന്നു. ശേഷം അവിടെ തമാശകളും കളിച്ചിരികളും ഒക്കെയായി കൂടി. അവർ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടായിരുന്നു. നിക്കിന് ബ്രൂക്കിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബ്രൂക്കിന് നിക്കിനെയും റൈറ്റ് പേഴ്സൺ ഓൺ ദ റോങ് ടൈം എന്ന് പറയുന്ന പോലെ. പക്ഷേ അവരിരുവരും അതിനെപ്പറ്റി ഒന്നും തന്നെ സംസാരിച്ചില്ല. അത്രമേൽ അടുത്ത സുഹൃത്തുക്കളായി ആ രാത്രി കൊണ്ടവർ മാറിയിരുന്നു. പിറ്റേന്ന് പകലിൽ ബ്രൂക്കിനെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ നിക്ക് അവളുടെ കൂടെ ചെന്നു. ഇരുവരും കൈകൾ കോർത്തു പിടിച്ചിരുന്നു. നിക്കിന്റെ മനസ്സ് മുഴുവൻ ബ്രൂക്ക് തന്നെ വിട്ടു പോവാതിരുന്നെങ്കിൽ എന്നായിരുന്നു. ബ്രൂക്കിനും അത്തരത്തിൽ തന്നായിരുന്നു. നിക്കിന്റെ കൂടെ തന്നെ കഴിയാൻ സാധിച്ചെങ്കിൽ എന്നവൾ മനസ്സിൽ ചിന്തിച്ചു. ഇരുവരും അത് പറഞ്ഞതേയില്ല. അങ്ങനെ അവർ അവിടെ ഒരു ഫോൺ ബൂത്തിന്റെ അടുത്തെത്തി. അവിടെ എത്തിയതും മുമ്പ് നടന്ന കാര്യം നിക്കോർത്തു. അവളോട് ഞാൻ എന്റെ പാസ്റ്റിലെ നിക്കിനെ ഒന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ചിരിയോടെ ബ്രൂക്ക് നിക്കിനെ നോക്കി ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്ന പോലാക്കി തന്റെ പാസ്റ്റിലെ നിക്കിനോട് നിക്ക് സംസാരിച്ചു. ഹായ് നിക്ക്, ഞാനാ സംസാരിക്കുന്നെ. നിന്റെ ഫ്യൂച്ചറിലുള്ള നിക്ക്. ഫ്യൂച്ചറിൽ നീ ഓഡീഷന് വേണ്ടി ന്യൂയോർക്കിലേക്ക് വരും. ആ ഓഡീഷൻ നിനക്ക് നഷ്ടമാകും. അതിൽ വിജയിക്കാൻ നിനക്ക് സാധിക്കില്ല. നിന്റെ പഴയ ഗേൾഫ്രണ്ടിനെ നീ കാണും. പക്ഷെ അവളപ്പോ അവളുടെ പുതിയ ബോയ്ഫ്രണ്ടിനൊപ്പമായിരിക്കും. ആ ദിവസം പോലും വെറുത്ത് എന്തിനാ ഞാനിവിടെ നിന്ന് വന്നത് എന്ന് പോലും നിനക്ക് തോന്നും. പക്ഷേ നിക്ക്, ഞാൻ പറയുന്ന കേൾക്ക്. അന്ന് നീ ഒരു യുവതിയെ കണ്ടുമുട്ടും. അവൾ അത്രമേൽ ഭംഗിയുള്ളവളായിരിക്കും. അവളെ സഹായിക്കണം എന്ന് നിനക്ക് തോന്നും. നിന്റെ കയ്യിൽ ആകെ $80 ഉണ്ടാവുകയുള്ളൂ. ആ $80 നീ അവൾക്കായി ചെലവ് ചെയ്യും. അവള് കാരണം നിനക്ക് കള്ളന്മാരുടെ അടുത്ത് നിന്ന് വരെ അടി കിട്ടും. പക്ഷേ എന്തു തന്നെ സംഭവിച്ചെങ്കിലും നിക്ക്, അവളെ വിട്ട് നീ പോവരുത്. അവൾക്ക് നിന്നെ ആവശ്യമുള്ളതിനേക്കാൾ നിനക്ക് അവളെയാണപ്പോൾ ആവശ്യമുള്ളത്. ഒടുവിൽ അവൾ നിന്നെ വിട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് എല്ലാത്തിനും നീ അവളോട് നന്ദി പറയണം. എന്തെന്നാൽ ഒരു പെണ്ണാൽ വഞ്ചിക്കപ്പെട്ട് ഇനി പ്രണയമേ വേണ്ടെന്ന് വിചാരിക്കുന്ന നിന്നെ അവൾ പ്രണയത്തിലാക്കും. നിന്റെ ഉള്ളവൾ ഉടച്ചു വാർക്കും. എനിക്ക് അവളോടത് നേരിട്ട് പറയാൻ സാധിച്ചില്ല. നീ അവളെ കാണുകയാണെങ്കിൽ അവളോട് നീ അത് തുറന്നു പറയണം. ഓക്കെ നിക്ക്, നീ അവളുടെ കൂടെ തന്നെ ഇരിക്കാൻ നോക്ക്. കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിക്ക് ഫോൺ കട്ട് ചെയ്തു. ഒക്കെ കേട്ട് നിറ കണ്ണുകളോടെ ബ്രൂക്ക് നിക്കിനെ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ നിക്ക്, ട്രെയിൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്റെ കണ്ണു തുടച്ച്
വെച്ച് ബ്രൂക്ക് ട്രെയിനിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവൾക്കും നിക്കിനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ തുറന്നു പറയാനോ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനോ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിറകണ്ണുകളോടെ ബ്രൂക്ക് പോകുന്നതും നോക്കി നിക്ക് നിന്നു. അവൾ പോവരുതെന്ന് ഉള്ളുകൊണ്ട് അവൻ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ബ്രൂക്ക് തന്റെ ട്രെയിനിൽ കയറി ട്രെയിൻ മുന്നോട്ട് സഞ്ചരിക്കാൻ ആരംഭിച്ചു. ആ സമയമാണ് അവളുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടുന്നത്. ഹോട്ടലിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് നോട്ടീസ് ആയിരുന്നു അത്. ഹോട്ടലിലെ സർവീസിനെ പറ്റിയും സ്റ്റാഫുകളുടെ പെരുമാറ്റത്തെ പറ്റിയുമൊക്കെ അതിൽ ടിക്ക് ബോക്സുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യങ്ങൾക്കൊക്കെ നിക്ക് ടിക്ക് ചെയ്തിട്ടുണ്ട്. താഴെയായി ഒരു ചോദ്യമുണ്ട്, 3 ഉത്തരങ്ങളും. അതിൽ മാത്രം നിക്ക് ഉത്തരം ടിക്ക് ചെയ്തിട്ടില്ല. ഇനിയും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുമോ എന്നായിരുന്നു ആ ചോദ്യം. അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായി ആ പേപ്പർ മറച്ചു നോക്കൂ എന്ന രീതിയിൽ ടേൺ ഓവർ എന്നും നിക്ക് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ബ്രൂക്ക് ആ പേപ്പർ തിരിച്ചു നോക്കി. അതിന്റെ പിന്നിൽ നിക്ക് എന്തോ കാര്യമായി എഴുതിയിട്ടുണ്ട്. അത് വായിച്ചതും അവളുടെ മുഖത്ത് വല്ലാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. എന്തായിരിക്കും നിക്ക് ആ പേപ്പറിന് പിന്നിൽ എഴുതിയിരിക്കുക? നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ഊഹം അവിടെ ഉണ്ടായിരുന്നത് നിക്കിന്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ എന്തെങ്കിലും ആയിരിക്കാം എന്നാണ്. ബ്രൂക്ക് നിക്കിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്ന ചോദ്യം പ്രേക്ഷകന് വിട്ടുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.